നിങ്ങളുടെ കയ്യിലാണ്. ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്യോ? ഓക്കെ, ശരിയാണ് അല്ലേ. നമുക്ക് ഒരു ടൈമിങ് നമുക്ക് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ അയച്ച മെസ്സേജാണ് ഗുഡ് ടു സ്റ്റാർട്ടിങ് ടൈം. അതായത് നമുക്ക് സിസ്റ്റം ഒരു ടൈം പറഞ്ഞിട്ടുണ്ട് എഡ്യൂക്കേഷൻ എന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ എപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ എന്റെ സെഷൻ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് എടുത്തൊരു സെഷനായിട്ട് റിലേറ്റഡ് തന്നെയാണ്, സെൽഫ് കെയർ എന്ന് പറഞ്ഞിട്ട്. സെൽഫ് കെയറിന്റെ വേറൊരു ഡിഫറെന്റ് ആസ്പെക്ട് ആണ് നമ്മൾ നോക്കാൻ പോണേ. അതിനു മുമ്പ് ഞാൻ എന്റെ സ്റ്റോറി ഒന്ന് ഭയങ്കര ഷോർട്ട് ആയിട്ടൊന്ന് പറയാം. ഓക്കെ, എന്റെ പേര് ഐശ്വര്യ. ഞാൻ കണക്ട് ആയിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഇൻഷുറൻസ് മേഖലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഭയങ്കര ടാർഗറ്റ്, പ്രഷർ, അങ്ങനെയുള്ള ഒരു ജോബായിരുന്നു. ഒരുപാട് ട്രാവലിംഗ് വേണ്ടി വന്നൊരു ജോബായിരുന്നു. അപ്പോ ആ ഒരു ട്രാവലിംഗിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ എന്താ പറയാ പ്രഷറിന്റെ ഭാഗമായിട്ടും ടെൻഷൻ, സ്ട്രെസ്സിന്റെ ഒക്കെ ഭാഗമായിട്ടും എന്തുണ്ടെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് എന്നെ കെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ഫുഡ് കാര്യത്തിലാണെങ്കിലും ശരി, ഉറക്കത്തിലാണെങ്കിലും ശരി, ഡെയിലി ഹാബിറ്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, എന്നെ കറക്റ്റ് ആയിട്ട് എനിക്ക് എന്നെ കെയർ ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയിരുന്നത്. ഇപ്പോ തൃശ്ശൂരിൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ തൃശ്ശൂര് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ ഡെയിലി രാത്രി പോയിട്ട് മൈഗ്രെയിന്റെ ഇഞ്ചക്ഷൻ എടുത്തിരുന്ന ഒരാളായിരുന്നു ഞാൻ. അതായത് ഡെയിലി രാത്രി 11 മണിയാകുമ്പോ പോകും. സിവിയർ മൈഗ്രെയിൻ, ഉറങ്ങാൻ പറ്റില്ല, തലയുടെ ബാക്കിലൊക്കെ ഒരു വൈബ്രേഷൻ പോലെ ഇങ്ങനെ വരും. ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ വരുമ്പോ ഡോക്ടറെ കാണാൻ പോകും. രാത്രി ഒരു 11 മണിക്ക് ഒരു പെയിൻ കില്ലറിന്റെ ഇഞ്ചക്ഷൻ അവർ തരും. വീണ്ടും വെയിറ്റ് ചെയ്യും, മാറില്ല, രണ്ടാമത്തെ ഇഞ്ചക്ഷൻ തരും. പിന്നീട് ഒരു ഇഞ്ചക്ഷൻ തരില്ല. കാരണം വെച്ചാൽ ഡോക്ടേഴ്സ് ഓൾറെഡി വേറെ മെഡിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. PCOD, തൈറോയിഡ്, ഇയർ ബാലൻസ് പ്രോബ്ലം, ബാക്ക് പെയിൻ, അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ എക്സ്ട്രീം ആയിട്ടുള്ള പെയിൻ കില്ലേഴ്സ് എനിക്ക് തരാനുള്ള ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു ഞാൻ. അപ്പൊ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. കാരണം വെച്ചാൽ എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ, എന്റെ അമ്മ, എന്റെ മോള്, ഞങ്ങൾ 3 പേര് അടങ്ങുന്ന ഒരു കുടുംബമാണ് എന്റെ വീട്ടില്. അപ്പൊ ഈ രാത്രി നേരത്ത് പോവുക, ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോവുക, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക. ഞാൻ കാഷ്വാലിറ്റിയിൽ ഇരിക്കുമ്പോ, അല്ലെങ്കിൽ ഞാൻ റൂമില് ഇരിക്കുമ്പോ ഓപ്പോസിറ്റ് അല്ല നമ്മുടെ കൂടെ വരുന്ന ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആവട്ടെ, അവര് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിരുന്നത്. അപ്പൊ ഞാൻ സ്വയം തന്നെ ഒന്ന് മാറാൻ വേണ്ടി കുറെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് യൂട്യൂബ് നോക്കിയിട്ട് ഡയറ്റ് പ്ലാൻ ചെയ്യും. കാരണം വെയിറ്റ് കൂടി വന്നു, PCOD തൈറോയിഡുള്ളപ്പോ വെയിറ്റ് ഒക്കെ കൂടി വന്നതാണ് കൊണ്ട് യൂട്യൂബ് ഒക്കെ നോക്കി ഡയറ്റ് പ്ലാൻ നോക്കും, അല്ലെങ്കിൽ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് നോക്കും. എന്ത് ചെയ്താലും 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഞാനത് സ്റ്റോപ്പ് ചെയ്യും. ഒരു കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ലൈഫിൽ ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ, ഏതിലെ സ്വന്തം ഹെൽത്തിന്റെ കാര്യത്തില്. അപ്പൊ ഭയങ്കര ക്ഷീണം തോന്നി തുടങ്ങി, നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോ അതൊക്കെ ഞാൻ ഡ്രോപ്പ് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് നമ്മുടെ ഹെൽത്തി ന്യൂട്രീഷൻ കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ദിവസം വന്നു കഴിഞ്ഞപ്പോ കോച്ച് എന്നോട് എന്റെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു. അതായത് നമുക്ക് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തി തരാന്നുള്ള കാര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കൗൺസിലിംഗ് കേട്ടുള്ളതാണ് അല്ലെ. നമ്മുടെ ജീവിത രീതികൾ എങ്ങനെയാണ് നമ്മൾ തന്നെ ഓർമ്മപ്പെടുത്തി തരുന്നത്, നമുക്ക് നമ്മൾ തന്നെ റിയലൈസേഷൻ തരുന്ന ഒരു സെഷൻ ആയിരുന്നത്. അപ്പൊ എന്റെ കോച്ച് എന്നോട് എന്നെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, അത് കഴിഞ്ഞ് കൗൺസിലിംഗ് തന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എത്രത്തോളം അൺഹെൽത്തി സിറ്റുവേഷൻസ് കൂടെയാണ് കടന്നു പോകുന്നത്. ഒരു 5 കിലോ മാത്രമേ ഓവർ വെയിറ്റ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച എനിക്ക് ഒരു 14 കിലോ ഓവർ വെയിറ്റ് ആണെന്ന് മനസ്സിലായി. അത് കൂടാണ്ട് ഫാറ്റ് എന്ന് പറയുന്നത് 37% ഉണ്ട് എന്റെ ബോഡിയിൽ നിന്നുള്ള മനസ്സിലായി. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് മനസ്സിലായി. ബോഡി ഏജ് വെറും 36 വയസ്സിൽ എനിക്ക് 52 വയസ്സാണ് ബോഡി ഏജ് അന്നത്തെ. സത്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ഒരു മിറ്റടിക്കാണെങ്കിലും 2 മിനിറ്റ് അടിച്ചു വരിയിട്ട് ഇരിക്കും, തുണി തോരിടാണെങ്കിലും 2 മിനിറ്റ് തോരിട്ട് ഇരിക്കും, അല്ലെങ്കിൽ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇരിക്കും. അതായത് ഒരു 55 വയസ്സുള്ള ഒരാള് എങ്ങനെയാണോ അവരുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യണം, ആ രീതിയിലായിരുന്നു എന്റെ അന്നത്തെ ഒരു സിറ്റുവേഷൻ. 52 വയസ്സ് കേട്ടോ. അപ്പൊ അങ്ങനെ പറഞ്ഞു കോച്ച്, കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഫോളോ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് എന്നൊരു വേറെ റൂട്ടിൽ കൂടെ പോയ ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ഒരു 11 മണി ആയപ്പോ വീണ്ടും സ്നാക്സ് കഴിക്കാനുള്ള ഒരു ശീലം, ഒരു ടെൻഡൻസി വന്നു. അപ്പൊ ആ സമയത്ത് എന്റെ കോച്ച് എന്നെ കോൾ ചെയ്തിട്ട് ചോദിച്ചു, എന്തൊക്കെ ഉണ്ട് ഐശ്വര്യ, ഓക്കെ അല്ലേ, ഇതുവരെ പ്രോഗ്രാം ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ലേ, വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ട് എടുക്കണില്ലേ എന്ന് ചോദിച്ചപ്പോ എന്തോ കോച്ച് എത്രത്തോളം എഫേർട്ട് ഇട്ടല്ലേ, അപ്പൊ തിരിച്ച് എഫേർട്ട് കൊടുക്കാന്ന് വെച്ചിട്ട് അന്ന് തൊട്ടിട്ട് ഒരു കറക്റ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. 3 ദിവസം കൊണ്ട് എനിക്ക് മൈഗ്രെയിന്റെ
വേദന വരുമ്പോഴാണ് ഞാൻ മാഗ്വിയോൺ എന്ന് പറഞ്ഞ ഗുളിക കഴിച്ചിട്ടുള്ളൂ. മൂന്നാമത്തെ ദിവസം എനിക്ക് 600 ഗ്രാം വെയിറ്റ് ലോസ് ആയി. അതിന്റെ കൂടെ തന്നെ മൂന്നാമത്തെ ദിവസം രാത്രി ഞാൻ മൈഗ്രെയിന്റെ ഗുളിക എടുക്കാൻ മറന്നു. കാരണം തലവേദന ഇല്ല, പിന്നെ മൈഗ്രെയിന്റെ ഗുളിക എടുക്കണ്ടല്ലോ. 1 മന്തിൽ തന്നെ തൈറോയിഡ്, PCOD അങ്ങനെയുള്ള എല്ലാ ഹെൽത്ത് ഇഷ്യൂസും മാറി. 1 മന്തിൽ തന്നെ ഡോക്ടറുടെ സപ്പോർട്ടോട് കൂടിയിട്ട്, ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടിയിട്ട് എന്ത് ചെയ്തു, എന്റെ എല്ലാ മെഡിസിൻസും സ്റ്റോപ്പ് ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കണം. നിങ്ങളിപ്പോ കണ്ടിരുന്നത് എന്റെ പിക്ചറാണ്, എന്റെ ബിഫോർ പിക്ചറാണ്. ഒരിക്കലും ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത പിക്ചറാണ്. പക്ഷെ പുതിയതായിട്ട് കണക്ട് ചെയ്ത ആൾക്കാർക്കും എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് കാണുമ്പോഴല്ലേ നമ്മൾ കൂടുതലായിട്ട് ബിലീവ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി അടുത്തത് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ എന്റെ ഹെൽത്ത് ഓക്കെ. എന്റെ ഹെൽത്ത് ഓക്കെ ആകുമ്പോൾ ഒബ്വിയസ്ലി എന്റെ മോളുടെ ഹെൽത്ത് ഓക്കെ ഒക്കെ ഞാൻ നോക്കും അല്ലെ. എന്റെ മോൾ എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടിക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ അസുഖങ്ങൾ പെട്ടെന്ന് പിടിക്കും. സ്കൂളിൽ പോണ ടൈമില് പെട്ടെന്ന് ഹെൽത്ത് ഇഷ്യൂസ് വരും. അതായത് പനി, ജലദോഷമൊക്കെ അവിടെ ഇവിടെ ഒക്കെ പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവള് കൊണ്ടുവരും. അവള് കൊണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എനിക്കും വരും. എന്റെ അമ്മയ്ക്ക് 75 വയസ്സാണ്, എന്റെ അമ്മയ്ക്കും വരും. അങ്ങനെയായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഡൈനോഷേക്ക് സ്റ്റാർട്ട് ചെയ്തു. കോച്ചിന്റെ നിർദ്ദേശപ്രകാരം ഡൈനോഷേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇമ്മ്യൂണിറ്റി പവർ വളരെയധികം കൂടി. ഭക്ഷണം വിശന്നിട്ട് കഴിക്കാൻ തുടങ്ങി. ഈ ഒരു ബിഫോർ ആഫ്റ്റർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബിഫോറും ആഫ്റ്ററും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഏകദേശം ഒരു 4 5 അല്ല ഏകദേശം ഒരു 6 മാസത്തെ വ്യത്യാസമുണ്ട്. പക്ഷെ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവളുടെ പണ്ടത്തെ രൂപത്തിൽ അവൾ എത്രത്തോളം സ്കെൽറ്റൻ ആയിരുന്നു. ഇപ്പോഴും സ്ലിം ആയിട്ട് തന്നെ ഇരിക്കണേ, പക്ഷെ ഭയങ്കര ആക്റ്റീവ് ആണ്, ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കണു. ഇപ്പോ കുറച്ച് നാളായിട്ട് എന്നോട്ട് നമ്മുടെ കിഡ്സ് ന്യൂട്രീഷൻ സ്റ്റാർട്ട് ചെയ്തു അന്നോട്ട് ഇതേവരെ യാതൊരുവിധ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാണ്ട്, അതായത് സീസണൽ ആയിട്ട് തന്നെ ചെറിയ എന്തെങ്കിലും പനി എപ്പോഴെങ്കിലും വന്നാൽ മാത്രം, അങ്ങനെ മാത്രമുള്ള ഒരു സിറ്റുവേഷൻ കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവളും കടന്നുപോയി. അപ്പൊ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ മോളും ഓക്കെയാണ്. പിന്നെ അമ്മയ്ക്ക് 75 വയസ്സാണ്. അമ്മയും ന്യൂട്രീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ സപ്ലിമെന്റ്സ് എല്ലാം എടുക്കുന്നുണ്ട്. മുട്ടുവേദന, കാലുവേദന, അമ്മയുടെ പിക്ചറിലാട്ടോ അടുത്ത പ്രാവശ്യം ഞാൻ ഷെയർ ചെയ്യാം. മുട്ടുവേദന, കാലുവേദന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, മൾട്ടിവിറ്റമിൻ, കാൽസ്യം, ജോയിന്റ് സപ്പോർട്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും എല്ലാം നമ്മുടെ സപ്ലിമെന്റ്സ് യൂസ് ചെയ്തിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് ഇപ്പൊ ഞങ്ങൾ മാറിയിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ റീസെന്റ് ഞാനും മോളും കൂടി എടുത്തൊരു ഫോട്ടോ. ആ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഞാനും മോളല്ല ഇപ്പൊ ഉള്ളത്. ഈ ഹെൽത്തി ന്യൂട്രീഷൻ ഫാമിലിയിൽ വന്നതിന് ശേഷം ലൈഫ് ഒരുപാട് മാറി. ലൈഫ് സ്റ്റൈൽ മാറി, ഡ്രസ്സിങ് സെൻസ് മാറി, സെൽഫായി നമ്മൾ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ഞാനാവട്ടെ മോളാവട്ടെ കുറച്ചും കൂടി നമ്മുടെ കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി ഇൻവോൾവ് ആയി തുടങ്ങി. സ്വയം ടൈം കണ്ടെത്തി തുടങ്ങി. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കണം. ഇതാണ് എന്റെ കുഞ്ഞു സ്റ്റോറി. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോയാലോ? എങ്ങനെയുണ്ട് എന്റെ സ്റ്റോറി? ഇഷ്ടമായോ? ഓക്കെ, താങ്ക് യു. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സെൽഫ് കെയർ. ഞാൻ ഓൾറെഡി ഒരു സെഷൻ മുമ്പ് എടുത്തിട്ടുണ്ട്, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് എടുക്കുന്നത്. എന്നാലും ഒന്നും കൂടി പറയാം. സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മൾ തന്നെ തിരിച്ചറിയണ ഒരു അവസ്ഥ. നമ്മുടെ ബോഡിനെയും നമ്മുടെ മൈൻഡിനെയും നമ്മുടെ സോളിനെയും നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സെൽഫ് കെയർ? സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റൻഷ്യലി തന്നെ നമ്മുടെ ബോഡിക്കും നമ്മുടെ മൈൻഡിനെയും ഹാപ്പി ആയിട്ട് വെക്കാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് സെൽഫ് കെയർ എന്ന് പറയാം. ഇത് നമ്മൾക്ക് എന്ത് തരുന്നുണ്ടെങ്കിൽ ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും. കുറച്ച് ടൈം നമ്മൾ നമുക്ക് വേണ്ടി തന്നെ വിനിയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര റീചാർജ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടും. നല്ലൊരു ഫീൽ ഗുഡ് പ്രസൻസ് കിട്ടും നമുക്ക്. സെൽഫ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു വെക്കേഷന് പോവോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യുവോ അല്ല. നമ്മുടെ ഡെയിലി ലൈഫില്, ഡെയിലി റുട്ടീനില് കുറച്ച് ടൈം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. കുറച്ച് ചോയ്സുകൾ നമ്മൾ നമുക്ക് വേണ്ടി എടുക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? സെൽഫ് കെയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് സെൽഫ് കെയർ ഇമ്പോർട്ടന്റ് നമുക്ക് നോക്കിയാലോ. ഇന്നത്തെ ഈ ഒരു 2025 എല്ലാവരും ഭയങ്കര തിരക്ക് പിടിച്ചൊരു ലൈഫിൽ കൂടെയാണ് പോകുന്നത് അല്ലെ. അതായത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുട്ടികളാവട്ടെ സ്കൂളിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻ, പാരന്റ്സ് ആവട്ടെ അവരെ സ്കൂളിലേക്ക് വിടാനുള്ള പ്രിപ്പറേഷൻ, ഇപ്പൊ വർക്കിംഗ് വുമൻസ് ആവട്ടെ അവർക്കും വീട്ടിലത്തെ പണികളൊക്കെ കഴിച്ചു വെച്ച അച്ഛനെയും അമ്മേനെയും പാരന്റ്സിനെയും മക്കളെ ഒക്കെ നോക്കിയിട്ട് അതിനുശേഷം ജോലിക്കുള്ള പ്രിപ്പറേഷൻസ്. ജെൻസ് ആവട്ടെ അവരും അതെ, ജോബ് ചെയ്യണമല്ലോ, ജോബിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ്, ബിസിനസ് ചെയ്യണോ, അങ്ങനെ ഭയങ്കര ഒരു ഹറിബറി പിടിച്ചൊരു ലൈഫിൽ കൂടെ നമ്മൾ പോകും. അപ്പൊ നമുക്ക് സെൽഫ് കെയർ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സ്വയം തോന്നി തുടങ്ങും. അപ്പൊ സെൽഫ് കെയർ എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി വളരെയധികം റെഡ്യൂസ് ആയ പോലെ തോന്നും. അതുപോലെ തന്നെ നമ്മുടെ മൂഡൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആവും, നമ്മുടെ എനർജി ബൂസ്റ്റ് ആവും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. അതായത് നമ്മുടെ എനർജി ബൂസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പ്രൊഡക്ടിവിറ്റി റിസൾട്ട് കിട്ടും. അതൊക്കെ കൂടാണ്ട് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ സെൽഫ് കെയർ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. ഇതൊന്നും കൂടാണ്ട് ഇതൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ ഒരു
വീടും വീട്ടിലുള്ള എല്ലാവരും കൂടെയുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര ഓക്കെ. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മൾ ഓക്കെ അല്ല, നമ്മളിപ്പോ ഒരു സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് വെക്കാം. നമ്മളപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തൊട്ടേനും പിടിച്ചതിനൊക്കെ ചൂടാവാൻ തോന്നുന്നൊരു പ്രകൃതി ഉണ്ട്. പണ്ട് എന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. വീട്ടിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കഴിഞ്ഞാൽ മോളുടെ അടുത്താണെങ്കിലും അമ്മയുടെ അടുത്താണെങ്കിലും നമ്മൾ വേണമെന്ന് വെച്ചിട്ടല്ല, നമ്മൾ അറിയേണ്ട തന്നെ ദേഷ്യപ്പെടും. പിന്നെ അത് കഴിഞ്ഞിട്ടാവും നമ്മൾ ഇരുന്ന് ആലോചിക്കുക എന്തിനാ അവരോട് ദേഷ്യപ്പെട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. അപ്പൊ സെൽഫ് കെയർ നമ്മൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫിസിക്കലി മെന്റലി ഇമോഷണലിയും ഓക്കെ ആയി തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലെ റിലേഷൻസ് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് മാറും. പിന്നെ അത് കൂടാണ്ട് ഒരു സെൽഫ് എസ്റ്റീം കിട്ടും. സെൽഫ് എസ്റ്റീം എന്ന് വെച്ചാൽ ഒരു സ്വന്തമായിട്ട് ഒരു സെൽഫ് റെസ്പെക്ട് നമുക്ക് വരും. നമ്മൾ എന്തൊക്കെയോ കുറച്ചൊക്കെ ഒരു സംഭവം അല്ലേ എന്നുള്ളൊരു തോന്നല് നമുക്ക് വരും. ഇപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് വേണം? സെൽഫ് കെയർ വേണം. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഇനി മെയിൻ ആയിട്ട് 5 രീതിയിലുള്ള സെൽഫ് കെയർ ആണുള്ളത്. ഫസ്റ്റ് വൺ ഫിസിക്കൽ സെൽഫ് കെയർ. ഇതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ സെൽഫ് കെയറിൽ വരുന്നത് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആയിട്ട് പറയാം. അതായത് നമ്മൾ കഴിക്കണ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, ഹൈഡ്രേഷൻ, പ്രോപ്പർ സ്ലീപ്പ്, എക്സസൈസ്, ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫിസിക്കൽ സെൽഫ് കെയർ പറയുന്നത്. അടുത്തൊരു ടോപ്പിക്കാണ് മെന്റൽ അല്ലെങ്കിൽ ഇമോഷണൽ സെൽഫ് കെയർ. നെക്സ്റ്റ് തേർഡ് വൺ സോഷ്യൽ സെൽഫ് കെയർ, ഫോർത്ത് വൺ സ്പിരിച്വൽ സെൽഫ് കെയർ, ഫിഫ്ത് വൺ പ്രാക്ടിക്കൽ സെൽഫ് കെയർ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മെന്റൽ ആൻഡ് ഇമോഷണൽ സെൽഫ് കെയറും സോഷ്യൽ സെൽഫ് കെയറും എന്താണെന്നുള്ളതാണ്. ഓക്കെ, മെന്റൽ ആൻഡ് ഇമോഷണൽ സെൽഫ് കെയർ എന്തായിരിക്കും? മെന്റൽ ആൻഡ് ഇമോഷണൽ സെൽഫ് കെയർ, മെന്റലും ഇമോഷണലും രണ്ടും ഒന്ന് തന്നെയാണോ അതോ രണ്ടും വേറെ വേറെയാണോ? എന്തായിരിക്കും ഒരു കൺസെപ്റ്റ്? മെന്റൽ സെൽഫ് കെയറും ഇമോഷണൽ സെൽഫ് കെയറും വേറെയാണ്, പക്ഷെ എപ്പോഴും ഇന്റർ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നതാണ്. അതായത് നമ്മുടെ മൈൻഡ്, നമ്മുടെ ഇന്നർ വേൾഡിനെ ആക്റ്റീവ് ആയിട്ട് വെക്കാൻ, ഹെൽത്തി ആയിട്ട് വെക്കാൻ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് മെന്റൽ സെൽഫ് കെയർ എന്ന് പറയാം. അത് ചിലപ്പോൾ നമ്മുടെ നല്ല നല്ല തോട്ട്സ് ആയിരിക്കാം, നല്ല നല്ല ഫീലിങ്സ് ആയിരിക്കാം. എന്തെങ്കിലും ഒരു സ്ട്രഗിൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ ആ ചലഞ്ചിനെ മാനേജ്, അങ്ങനെയുള്ള കണ്ടീഷൻസിനായിരിക്കും നമ്മൾ എന്ത് പറയാ, മെന്റൽ സെൽഫ് കെയർ പറയാ. ഈ മെന്റൽ സെൽഫ് കെയറും ഇമോഷണൽ സെൽഫ് കെയറും ഒന്നിനൊന്ന് കണക്റ്റഡ് ആണ്. അതായത് ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളില് നമുക്ക് വിഷമം വരുമ്പോഴോ നമുക്ക് ദേഷ്യം വരുമ്പോഴോ നമ്മൾ ഏതെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വരുന്ന ചെറിയ ചെറിയ തോട്ട്സും ഫീലിങ്സും ഒക്കെയാണ് നമ്മൾ എന്ത് പറയാ, മെന്റൽ സെൽഫ് കെയറിൽ ഉൾപ്പെടുത്താം. അതിനെയാണ് മെന്റൽ സെൽഫ് കെയർ ആയിട്ട്, മെന്റൽ ആസ്പെക്ട്സ് ആയിട്ട് കണക്കാക്കാം. ഇനി ഇതിന് നമുക്ക് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. മെന്റൽ സെൽഫ് കെയർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കുറെ ടെക്നിക്സ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടായിരിക്കാം, നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. എന്നാലും ഒന്നും കൂടി പറയാം. നമ്മുടെ മൈൻഡിനെ ഫോക്കസ് ചെയ്തിട്ട് മെന്റൽ സ്ട്രെസ്സിനെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി കുറച്ചധികം ടെക്നിക്സ് ഉണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഒരു ബുക്ക് റീഡ് ചെയ്യുമ്പോൾ, റീഡിങ് എ ബുക്ക്. സെക്കൻഡ് വൺ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. മൂന്നാമത്, എന്തെങ്കിലും ഒരു ഹോബി ചെയ്യുമ്പോൾ. നാലാമത്, സ്ക്രീൻ ടൈം കുറച്ച് കുറയ്ക്കുമ്പോൾ. അതെങ്ങനെയാണ് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അഞ്ചാമത്, ഒരു ഗോള് സെറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അതായത് ഏതൊക്കെ കാര്യങ്ങളാ? ഒരു മെന്റൽ ട്രോമ വരാണ്, മെന്റൽ സ്ട്രെസ് വരാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴികൾ എന്താണ്? ഒന്നല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കാം, അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ ഡെയിലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അവർക്ക് നന്നായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ എന്താ, നമുക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഹോബീസ് ഉണ്ടാവും, അത് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഗോള് സെറ്റ് ചെയ്ത് ആ ഗോളിന് വേണ്ടി പ്രവർത്തിക്കാം. ഇതൊക്കെ കൂടെ ചെയ്യണതിന്റെ കൂടെ തന്നെ നമ്മുടെ ഫോൺ യൂസേജ് കുറച്ചൊന്ന് കുറയ്ക്കും കൂടി ചെയ്താൽ മെന്റൽ സെൽഫ് കെയർ അത് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. അതെങ്ങനെയാന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇപ്പോ റീഡിങ് ചെയ്യുമ്പോൾ നോക്കാം. റീഡിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും? നമ്മൾ ചെറുപ്പം തൊട്ട് കേട്ടു വരുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ, റീഡിങ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് സ്ലൈഡ് ഇടൂ. റീഡിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ബുക്ക് വായിക്കാം. മെയിൻ ആയിട്ട് ഞാൻ പ്രിഫർ ചെയ്യാതായിരിക്കും കേട്ടോ. അത് എന്റെ മാത്രം കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഓരോരോ തരത്തിൽ റീഡിങ് ഉണ്ടാവും. ഫോണിൽ വായിക്കണവരുണ്ടാവാം, അല്ലെങ്കിൽ ബുക്സ് ഓഡിയോ ആയിട്ട് കേൾക്കണുണ്ടാവും. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യപ്പോഴും എന്താണ്, ഒരു ബുക്ക് വായിക്കുകയാണ്. കാരണം വായിക്കുമ്പോൾ നമ്മൾ കുറെ അധികം നേരം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ഇപ്പൊ ആരും ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരാളാന്ന് നോക്കിയാൽ, ഒരു കോട്ട് നോക്കി നോക്കിയേ. വായിക്കുമ്പോൾ നമ്മൾ വായിക്കണം. തളർന്നു പോകുന്നവര് ചിലപ്പോ ഒരു തണലായിട്ട് ഒരു റീഡിങ് ഹാബിറ്റ് സഹായിക്കാം. ഏകാന്തതയിലെ ഏറ്റവും നല്ലൊരു കൂട്ടായിട്ടും ഒരു ബുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും. ജീവിതത്തില് ചില പ്രത്യേക സിറ്റുവേഷൻസിൽ എന്ത് ഡിസിഷൻ എടുക്കണം എന്ന് നമുക്ക് അറിയാതിരിക്കുന്ന സമയത്ത് എന്തുണ്ടാവാം, ഒരു ബുക്കിൽ കൂടെ ചിലപ്പോ നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ കിട്ടിയേക്കാം. ഉറപ്പല്ലേ? അങ്ങനെ സംഭവിച്ചത് ആരൊക്കെ ഉണ്ട് ഇതില്? എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടാ. എപ്പോഴെങ്കിലും ഒരുപാട് ഡിപ്രഷൻ സ്റ്റേറ്റ് വരുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ ഫുള്ളി ഹാപ്പിയാണ്. പണ്ട് എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ
ഏകാന്തമായിട്ട് ഇരിക്കാൻ തോന്നും. അങ്ങനെ റീഡിങ് ചെയ്യും. റീഡിങ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ബുക്ക്, ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് വായിക്കുമ്പോൾ, എസ്പെഷ്യലി മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് ജീവിത യാത്രയ്ക്കുള്ള ഒരു വഴികാട്ടിയായിട്ട് ആ ബുക്ക് മാറുന്ന പോലെ തോന്നാം. പിന്നെ അത് കൂടാതെ ഒന്ന് നോക്കി നോക്കിയേ, അത്രമേൽ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളൊരു പുസ്തകം വായിക്കുക, അത് നിങ്ങളോട് കേൾക്കാം. ശരിയല്ലേ? ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു ബുക്ക് വായിക്കണമെങ്കിൽ ആ ബുക്കിൽ നിന്ന് വരുന്ന മെസ്സേജ് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാന്ന് നിങ്ങൾക്ക് തോന്നാം. ഒരുപാട് പേര് ആ ബുക്ക് വായിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ആ ബുക്ക് വായിക്കുമ്പോൾ ആ സമയത്ത് കിട്ടുന്ന മെസ്സേജ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാന്ന് നിങ്ങൾക്ക് തോന്നും ചെയ്യും. ചിലപ്പോൾ ആ സമയം ഭയങ്കര ഹാപ്പി ആയി പോണ ഒരു സിറ്റുവേഷൻ ആവും. അപ്പൊ റീഡിംഗ് എന്ന് പറഞ്ഞ ഒരു ബെസ്റ്റ് ടൂളാണ് എന്തിനു വേണ്ടി? നമ്മുടെ മെന്റൽ സെൽഫ് കെയർ കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രീവിയസ് സ്ലൈഡ്. റീഡിങ്ങിന്റെ ഗുണം ഫോക്കസും കോൺസെൻട്രേഷനും ഇംപ്രൂവ് ചെയ്യിക്കുന്നു, ബ്രെയിൻ ഫങ്ഷനെ കൂട്ടുന്നു, മെമ്മറി കൂട്ടാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത തോട്ട്സ് വരാണ്, ഏതെങ്കിലും ഡിപ്രഷൻ മോഡിലാണെങ്കിൽ അതിനെ മാറ്റിയിട്ട് എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് മാറ്റാൻ എന്ത് സഹായിക്കും? റീഡിങ് നമ്മളെ സഹായിക്കും. ഇനി അടുത്തത് മെഡിറ്റേഷൻ, യോഗ, അതുപോലെ തന്നെ പ്രാണായാംസ് ചെയ്യണവരുണ്ടാവാം, സൂര്യനമസ്കാരം. ഇതൊക്കെ എന്താണ്? ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഓവർ തിങ്കിങ്ങിനെ റെഡ്യൂസ് ചെയ്യും, ആങ്സൈറ്റീസിനെയും സ്ട്രെസ്സിനെയും കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ഹോബി. എല്ലാവർക്കും ഹോബി ഉള്ളവരായിരിക്കും അല്ലെ? ഹോബിത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാ? ഹോബി ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റേസ് ചെയ്തേ. ഹോബി ഇല്ലാത്ത ആരുമില്ലോ, നല്ല ആൾക്കാരുള്ളൂ. എല്ലാവർക്കും ഹോബി ഉണ്ടായിരിക്കും അല്ലെ? ഓരോരുത്തർക്കും അവർ ഡിഫറെന്റ് ടേസ്റ്റ് ആയിട്ടുള്ള ഹോബി ആയിരിക്കാം. ചിലർക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കാം ഹോബി, ചിലർക്ക് സ്ട്രെസ് റിലീഫ് ആയിട്ട് ചിലപ്പോൾ ഡാൻസിങ് ആയിരിക്കാം ഹോബി, ചിലർ കുക്കിംഗ് ആയിരിക്കാം, ചിലർക്ക് ഗാർഡനിങ് ആയിരിക്കാം. ഇപ്പൊ ഈ ഹോബിയുടെ മെയിൻ ആയിട്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ് റിലീഫർ ആണ്. മാത്രമല്ല ഈ ഹോബി നമ്മൾ ചെയ്യുമ്പോൾ എൻജോയ് ചെയ്തിട്ടല്ലേ ചെയ്യണേ? നമ്മളൊരു ജോബ് ചെയ്യണ പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി എന്തെങ്കിലും ഒരു പ്രഷർ ആയിട്ട് ഒരു കാര്യം ചെയ്യണ പോലെ അല്ലല്ലോ ഹോബി ചെയ്യാം. ഹോബി ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫുൾ ആൻഡ് ഫുൾ ഫോക്കസ് ആൻഡ് അറ്റൻഷൻ അതിൽ കൊടുത്തിട്ട് എൻജോയ് ചെയ്യണം. അപ്പൊ ഹോബി നമ്മൾക്ക് ഭയങ്കര എൻജോയ്മെന്റ് തരും, നമ്മളൊരു ഫുൾഫിൽ ആയിട്ടുള്ള ഒരു ഫീൽ തരും. ഓക്കെ, നെക്സ്റ്റ് വൺ ഗോള്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്കുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാണ്. ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അലസമായ മനസ്സ് ചെകുത്താന്റെ പണിപ്പൂരി എന്ന് കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ആരൊക്കെ കേട്ടിട്ടുണ്ട്? പണ്ട് നമ്മുടെ ആൾക്കാർ ഓക്കെ കേട്ടിട്ടുണ്ട്. അപ്പോ കറക്റ്റ് ആയിട്ടൊരു ഡെഫിനറ്റ് ആയിട്ടൊരു ഗോൾ ഇല്ലാത്ത ആൾക്കാർ എപ്പോഴും എന്ത് ചെയ്യുന്ന വെച്ചാൽ പല ഇഷ്യൂസിന്റെ പിന്നാലെ പോകും, നെഗറ്റീവ് തോട്ട്സിന്റെ പിന്നാലെ പോകും, പല കാര്യങ്ങളിലും ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളിൽ ഇടപെടും. ചിലപ്പോൾ അതൊരു സോഷ്യൽ ഡിസ്റ്റർബൻസ് വരായിട്ട് മാറാം. അപ്പൊ നമുക്ക് എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾ വേണം. ഗോൾ കറക്റ്റ് ആണെങ്കിലുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫോക്കസ് ഉണ്ടാവും. ഒരു ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഫോക്കസ് ഉണ്ടാവും, നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും, പ്രോകാസ്റ്റിനേഷനെ മാറ്റും. പ്രോകാസ്റ്റിനേഷൻ വെച്ചാൽ എന്താ? ഇന്ന് വേണ്ട നാളെ ചെയ്യാം. ഇന്ന് ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇപ്പൊ ഒരു 5 മണിക്ക് എണീക്കാൻ തോന്നാണ്, അലാം വെക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് മാറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കാം. ഇതൊക്കെ പ്രോകാസ്റ്റിനേഷൻസിലല്ല. അതായത് നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കണേ അതിനെ മാറ്റി വെക്കാം. പിന്നെ ഡൗട്ട് മാറും. ഗോള് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽഫായിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടും, നമുക്ക് നമ്മളോടുള്ള ഡൗട്ട് മാറിയിട്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം കിട്ടും. മാത്രമല്ല ഒരു ഗോൾ അനുസരിച്ച് കറക്റ്റ് ആയിട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ട് ഒരു ഗോൾ ഉള്ള ഒരാൾക്ക് അവരുടെ ലൈഫ് ഡിസിപ്ലിൻ ആയിട്ട് മാറും. സെൽഫ് ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റും. സത്യമായിട്ടും ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് മെയിൻ ആയിട്ടൊരു ഗോളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഹെൽത്തി ആയിട്ടിരിക്കണം മാത്രം ഉണ്ടല്ലോ. പക്ഷെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന് ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ നമ്മുടെ ലീഡേഴ്സ് പറയുന്നത് കേട്ട പ്രോപ്പർ ആയിട്ട് ഒരു ഗോൾ ഡിഫൈൻ ചെയ്തപ്പോ ഇപ്പൊ ഒരു ഗോളിന് വേണ്ടി പഠിക്കാനുള്ള ഒരു ഉന്മേഷം കിട്ടുന്നുണ്ട്. ലൈഫ് ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമുക്കൊരു ഗോൾ വേണം. അത് ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഗോളാവും, ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ചിട്ടുള്ള ഗോളാവും, വ്യത്യാസമായിരിക്കും. എല്ലാവർക്കും അവരുടെ ഗോൾ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റ് ആയിട്ട് വരും. ഓക്കെ, ഇപ്പൊ ഇത്രയും മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. ഇനി നെക്സ്റ്റ് ഞാൻ അതിൽ പറഞ്ഞൊരു കാര്യം, റെഡ്യൂസ് സ്ക്രീൻ ടൈം. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ മെന്റൽ സെൽഫ് കെയറിന് എന്തിനാ റെഡ്യൂസ് സ്ക്രീൻ ടൈം? കാരണം ചിലർക്ക് റീൽസ് കാണുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ടായിരിക്കാം, ചിലർക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ സന്തോഷിക്കാം, ചിലർക്ക് ചില കോമഡി കാര്യങ്ങൾ കേൾക്കുമ്പോൾ. ഇപ്പൊ എല്ലാവരും ഇൻസ്റ്റ മെയിൻലി ഇൻസ്റ്റയാണ് അല്ലെ? ഇൻസ്റ്റ യൂസ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, എല്ലാവരും ഇൻസ്റ്റ യൂസ് ചെയ്യണതാണ്. ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അതില്
സന്തോഷം കണ്ടെത്തുന്നതായിരിക്കും. കുഴപ്പമില്ല, അതൊക്കെ കുറച്ച് ടൈമിലാണെങ്കിൽ നല്ലതാണ്. കൂടുതൽ ടൈം ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്താൽ എന്തുണ്ടാവും അറിയാം? ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞ സംഭവം. എന്താ ബ്രെയിൻ ഫോഗ്? ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞാൽ നമ്മള് ഫോണിലേക്ക് അഡിക്റ്റ് ആയിട്ട് മാറും. ഫോണിക്ക് അഡിക്റ്റ് ആയിട്ട് മാറുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാം? നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല, നമ്മൾക്ക് എടുക്കുന്ന ഡിസിഷൻസ് പ്രോപ്പർ ആവില്ല, കൺഫ്യൂസ്ഡ് ആവും. നമുക്ക് എപ്പോഴും ഫോൺ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരേ ടൈമിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്നാൽ മതി എന്ന് തോന്നും. മറന്നുപോകും, പല കാര്യങ്ങളും മറന്നു പോകാൻ തുടങ്ങും. കറക്റ്റ് ആയിട്ട് തോട്ട് പ്രോസസ് നടക്കില്ല, ഭയങ്കര മെന്റൽ കൺഫ്യൂഷൻ വരും. മാത്രമല്ല, ചില സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് ഇന്നുള്ള പുതിയ തലമുറയിലുള്ള ആൾക്കാർ പറയുന്ന ചില ബാഡ് വേർഡ്സ് ഉണ്ട് അല്ലെ? കാരണം സോഷ്യൽ മീഡിയയിൽ അത് പറയണ്ട, അപ്പൊ നമുക്ക് എന്തുകൊണ്ട് അത് പറഞ്ഞുകൂടാ? അങ്ങനത്തെ ഒരു ഹാബിറ്റിലേക്ക് മാറും. മാത്രമല്ല, അറ്റൻഷൻ പേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു കണ്ടീഷനെയാണ് പറയുന്നത് ബ്രെയിൻ ഫോഗ് എന്ന്. ഇപ്പോഴത്തെ നമ്മുടെ ചെറുപ്പക്കാര് പലരും, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരല്ല ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ള സ്ഥലത്തുള്ള ചെറുപ്പക്കാർ പലരും എന്താണ് ഈ ഒരു ബ്രെയിൻ ഫോഗിന് അഡിക്റ്റ് ആണ്. അത് അവർ തിരിച്ചറിയുമ്പോഴേക്കും തന്നെ ചിലപ്പോൾ അവരെ നല്ലൊരു ടൈം പീരീഡ് മാറിപ്പോയിണ്ടായിരിക്കാം. ഇപ്പൊ ഒരു 20-21 വയസ്സുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഭയങ്കര പ്രൊഡക്ടിവിറ്റിയും ഭയങ്കര എനർജിയും കൂടിയിരിക്കുന്ന ഒരു യൂത്തിന്റെ ടൈമാണ്. ആ ടൈമിലൊക്കെ ഒരു 18 തൊട്ട് 20 വരെ ടൈമിലൊക്കെ ഒരു ഫോൺ അഡിക്ഷൻ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊരു കാര്യം ഒന്ന് ആലോചിച്ചൊക്കെ, സ്റ്റഡീസിലേക്ക് ഫോക്കസ് ആവില്ല അവര്, അവർക്കൊരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ റിലേഷൻഷിപ്പ്, വീട്ടിലെ റിലേഷൻഷിപ്പ് പ്രശ്നമാവും. ചിലപ്പോ അച്ഛനോ അമ്മയൊക്കെ പറയണം നീ ഫോൺ എടുത്ത് വെക്ക, കിടന്നുറങ്ങ് എന്നൊക്കെ പറയണം. അത് അവർക്കിടയിൽ ഇപ്പൊ ഒരുപാട് ന്യൂസ് നമ്മൾ കാണാറില്ലേ? ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് മക്കള് അച്ഛനെ ഉപദ്രവിച്ചു, അതുപോലെ തന്നെ എന്താ പറയാ, ഒരുപാട് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അതൊക്കെ നെഗറ്റീവാണ്, ഞാനത് പറഞ്ഞിതാക്കുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസോട് കൂടി വരേണ്ടതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൽഫ് കെയർ ആയിട്ട് ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ ബ്രെയിൻ ഫോഗ് മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, നമ്മൾ ഏത് ആപ്പ് യൂസ് ചെയ്യണമെങ്കിലും നമ്മൾ സ്വയം ഒരു ടൈം ലിമിറ്റ് വെക്കാം. അതായത് ഞാൻ ഈ സംഭവം ഇത്ര നേരെ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാം ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇൻസ്റ്റാഗ്രാം ആപ്പല്ല മീഡിയ ആണ്, അത് യൂസ് ചെയ്യണം വെച്ചാൽ ഞാനത് ഇന്ന കാര്യത്തിന് വേണ്ടി ഇത്ര നേരെ യൂസ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് മാറും. അങ്ങനെയുള്ള ഒരു കാര്യം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയൊക്കെ. അത് സെറ്റ് ചെയ്താൽ മാത്രം പോരാട്ടോ, കറക്റ്റ് ആയിട്ട് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഒരു ഡിജിറ്റൽ ബ്രേക്ക് എടുക്കാം. ഒരു മണിക്കൂർ ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഫുൾ ഫാമിലിയുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചൊന്ന് സംസാരിക്കുക. എന്ത് നല്ല, എന്താ പറയാ, നല്ലൊരു പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ പല വീടുകളിലും അങ്ങനെ ഇല്ല. പിന്നെ അത് കൂടാതെ ആഴ്ചയിൽ ഒരു ദിവസം സ്ക്രീൻ ഫ്രീ ഡേ ആക്കി വെക്കാം. അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഫോണൊന്നും യൂസ് ചെയ്യില്ല, എന്റെ മക്കളുടെയും എന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ഫുൾ ഫാമിലി ആയിട്ട് ഞാൻ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, ഒരു ഔട്ടിങ്ങിന് പോകണം, അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എടുത്ത് നോക്കി എങ്ങനെയുണ്ടാവും? ഇനി അത് കൂടാണ്ട് അടുത്തൊരു ടെക്നിക്ക്, നമ്മളൊരു വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്, അപ്പൊ നമ്മള് ഒരു ക്ലാസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പ്രിപ്പയർ ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ കിടന്ന് ഉറങ്ങാണ്. ആ ടൈമില് ഫോൺ ഒന്ന് സൈലന്റ് ആക്കി വെക്കാം, അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിൽ ഇട്ട് വെക്കാം. അങ്ങനെ ആവുമ്പോ എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്കും കറക്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് നടക്കും, നമ്മുടെ റെസ്റ്റിംഗ് ടൈം കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ചിലർ പവർ നാപ്പ് എടുക്കും, ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത കാര്യം ചെയ്യാൻ പറയും. ഈ 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ ഫോണൊന്ന് സൈലന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി യൂസ് ആയിട്ട് അവർക്ക് അത് മാറും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ആ ടൈമിൽ ഒരു മെസ്സേജ് വന്നു, ആ മെസ്സേജ് റിപ്ലൈ കൊടുക്കാൻ അടുത്ത മെസ്സേജ് വന്നു, അടുത്ത മെസ്സേജ് റിപ്ലൈ കൊടുക്കുമ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു, അപ്പൊ സോഷ്യൽ മീഡിയയിൽ പോകും. അങ്ങനെ പോയി നോക്കുമ്പോ പവർ നാപ്പും കിട്ടിയില്ല. 1 മണിക്ക് കയറിയ ഫോൺ 4 മണിക്ക് ഇറങ്ങുള്ളൂ. അശ്വ എന്റെ ടൈം പോയി, ഞാൻ എന്താ ചെയ്യാന്ന് പറയും, ലാസ്റ്റ് മിനിറ്റ് ഹറി പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കാം. പിന്നെ എന്താ വെച്ചാൽ ഫോൺ എപ്പോഴും ലേണിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സെൽഫ് റിലാക്സേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, സ്ക്രോളിംഗ് ആയി മാറാതിരിക്കാം. നെക്സ്റ്റ് കാര്യം വെച്ചാൽ സ്ക്രോളിംഗ് ടൈം റിയൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കാം. ചിലപ്പോ ചിലർക്ക് ഫോണിലുള്ള കാര്യങ്ങൾ വായിക്കുന്നതായിരിക്കും ഇഷ്ടം, അങ്ങനെ വേണ്ടിയിട്ട് റിയൽ ടൈം ആക്ടിവിറ്റീസ് ആയി മാറ്റാം. അതായത് ഫോൺ മാറ്റി വെച്ചിട്ട് റീഡിങ്ങിലേക്ക് കിടക്കാം, വാക്കിംഗ് എക്സസൈസിൽ കിടക്കാം, ആൾക്കാരായിട്ട് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ചെയ്ത് നോക്കാം. ഒരുപാട് പേര് നമ്മള് അവരൊന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് വെച്ചിട്ട് ഈ ലോകത്ത് നിൽക്കണവരുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു. കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്ത് നോക്കിയൊക്കെ അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാക്കാനും പറ്റും. അവർ ലൈഫ് ലോങ് നിങ്ങളെ ഓർത്തിട്ടിരിക്കും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സെൽഫ് കെയർ ടിപ്സ്. എന്തിനു വേണ്ടിയിട്ട്? ഫോൺ മാറ്റി വെക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്രെയിൻ ഫോഗ് വരാതിരിക്കാൻ നോക്കാം. ബ്രെയിൻ ഫോഗ് നമുക്ക് അറിയില്ല, വന്നു കഴിഞ്ഞ ഒരു 3-4 മാസം കഴിയുമ്പോൾ അഡിക്ഷൻ ആകുമ്പോഴേ നമ്മൾ മനസ്സിലാവുള്ളൂ ഈ കാണുന്ന സിംറ്റംസ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നില്ലേ, അപ്പൊ അന്ന് അവര് ക്ലാസ് എടുത്ത പോലെയാണോ ഞാൻ സംഭവിക്കണെന്ന് ഒരിക്കലും വരരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ബ്രെയിൻ ഫോഗിലേക്ക് നമ്മൾ ആരും പോകരുത്. കറക്റ്റ് ആയിട്ട് ടൈം നല്ല രീതിയിൽ യൂസ് ചെയ്യാം, സ്ക്രീൻ ടൈം കുറയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ ഇത്രയാണ് നമ്മൾ മെന്റൽ ഹെൽത്ത് കെയറിനെ കുറിച്ച് പറഞ്ഞത്.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെന്റൽ സെൽഫ് കെയറും ഇമോഷണൽ സെൽഫ് കെയറും വേറെ ആണെങ്കിലും ഇന്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഇമോഷണൽ സെൽഫ് കെയറിൽ എന്തൊക്കെയാന്ന് നോക്കാം. നമ്മൾ എക്സ്പ്രസ് ചെയ്യണ ഇമോഷൻ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക, അതിനാണ് ഇമോഷണൽ സെൽഫ് കെയർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ ഒരു ദേഷ്യം വന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കണെന്ന് വെക്കാം. നമ്മളുടെ മുതിർന്ന ആൾക്കാരും നമ്മളുടെ ലീഡേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്ത് ദേഷ്യം വരുമ്പോഴും വിഷം വരുമ്പോഴും ഒരു ഡിസിഷൻ എടുക്കരുത്, കുറച്ചൊന്ന് കാമാവാം, ആ സിറ്റുവേഷൻ വിടാം, അത് കഴിഞ്ഞിട്ട് ഡിസിഷൻ എടുക്കുക. അപ്പൊ എന്തുണ്ടാവും, പിന്നീട് പശ്ചാത്തപിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവില്ല. ദേഷ്യത്തിലും സങ്കടത്തിലും എടുക്കുന്ന കാര്യങ്ങൾ എപ്പോഴും തെറ്റായി പോയുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. അപ്പൊ ഇതിന് എന്തൊക്കെയാണ് ഇമോഷണൽ സെൽഫ് കെയർ വേണ്ട ടെക്നിക്സ് വെച്ചാൽ, ഒരു നല്ലൊരു ഫ്രണ്ട് ഉണ്ടാവണം. ആ നല്ലൊരു ഫ്രണ്ടിനോട്, കുറെ ഫ്രണ്ട്സ് ഉണ്ടാക്കാം, പക്ഷെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിനോട് ചിലപ്പോ കുറച്ചു നേരം ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ റിലാക്സേഷൻ ആവാൻ പറ്റും. അങ്ങനെ റിലാക്സ് ആയിട്ട് തോന്നിയിട്ടുള്ള ആരൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ? നിങ്ങൾ കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ, ശരി. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും ഇമോഷൻസ് വന്നാൽ അതിനെ എക്സ്പ്രസ് ചെയ്യാം. പണ്ട് കാലത്തൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന കുറച്ച് ക്ലീഷേ ഡയലോഗുകൾ ഉണ്ട്. എന്താണെന്നറിയോ? അതായത് ആൺകുട്ടികൾ കരയരുത്, ഓക്കെ, അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ ഫീലിങ്സ് പുറത്തേക്ക് പറയരുത്. അതൊക്കെ പണ്ട് കാലത്തുള്ള ക്ലീഷേ ഡയലോഗാ. ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ ആൺകുട്ടികൾക്കും വിഷമം വന്നാൽ കരയണം, പെൺകുട്ടികൾക്കും വിഷമം വന്നാൽ കരയണം. എല്ലാവരും മുമ്പിൽ കരയാനല്ല ഞാൻ പറയുന്നത്. സെൽഫ് ആയിട്ടുള്ള ടൈം എടുത്തിട്ട് നമുക്ക് എന്ത് ഫീലിംഗ് ആണോ തോന്നുന്നത് അത് എക്സ്പ്രസ് ചെയ്യാം. അത് ചിലപ്പോൾ ഒരു ചുമരിന്റെ ഉള്ളിലായിരിക്കാം, ചിലപ്പോൾ ആരും കാണാത്ത രീതിയിലായിരിക്കാം, കുഴപ്പമില്ല. ആ ഇമോഷനെ എക്സ്പ്രസ് ചെയ്യാം. ആങ്കർ ആണെങ്കിൽ ആങ്കറിനെ തീർക്കാം. ആരെയും പോയി ഇടിച്ചിട്ട് തീർക്കാനല്ല പറയാൻ, ഒറ്റയ്ക്ക് ഇരുന്ന് എന്താണോ അതിന് ഹീലിംഗ് പ്രോസസ്സ് അത് നോക്കിയിട്ട് തീർക്കാം. കരച്ചിലാണെങ്കിൽ കരയാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അങ്ങോട്ട് റിലാക്സ് ആവും. പിന്നീട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല ആരോടും. ഓക്കെ, പിന്നെ അടുത്ത കാര്യം ഫോർഗീവ്നെസ്, മാപ്പ് കൊടുക്കുക, വിട്ടുകളയുക. അതായത് കഴിഞ്ഞ ഒരു സെഷനിൽ നമ്മുടെ കബീർക്ക വളരെ നല്ലൊരു കാര്യം പറഞ്ഞിരുന്നു. എപ്പോഴും ജയിക്കുന്നത് മാത്രല്ല, ജയിക്കണം എന്നുള്ള കാര്യം മാത്രല്ല ജീവിതത്തിൽ ഉണ്ടാവണേ. ചില സമയങ്ങളിൽ തോറ്റു കൊടുക്കണം. ആ തോറ്റു കൊടുക്കുന്നത് ചിലപ്പോ വലിയൊരു വിജയത്തിന്റെ മുന്നോടിയാവാം. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരായിട്ടോ നിങ്ങൾക്ക് വിഷമുള്ളതോ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഒന്ന് വിട്ടുകൊടുത്ത് നോക്കി. ഉള്ളില് ദേഷ്യമൊന്നും വെക്കാണ്ട്, പോട്ടെ, കുഴപ്പമില്ല, സാരില്ല, സെറ്റ് ആവും, ഓക്കെ ആവും എന്നൊക്കെ ഒന്ന് പറഞ്ഞ് ഉള്ളിൽ തന്നെ സ്വയമായിട്ടൊന്ന് വിചാരിച്ചു നോക്കി. അപ്പൊ തന്നെ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് കാമം. അതല്ല, ശരിയാണ് കേട്ടാ, ഇവൻ എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇവൾ എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു, ഇനി ഇവൾക്ക് ഒരു പണി കൊടുക്കണം. പിന്നെ അതിന് മേലിൽ ആലോചിച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? നമ്മളുടെ ടൈം പോവും, നമ്മുടെ മെന്റൽ ഹെൽത്ത് പോവും, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും ചിലപ്പോൾ പോവും. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു അടിപിടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താവും, ഒരുപാട് വേറെ പ്രോബ്ലംസ് ഇല്ല. അപ്പൊ എന്തുണ്ടെങ്കിലും എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും കാമായിട്ട് ഇരുന്നിട്ട് വിട്ടുകൊടുക്കുക. പോട്ടെ, ഫോർഗീവ്നെസ്, അതായത് സാരല്ല എന്ന് പറഞ്ഞൊരു വിട്ടുകൊടുക്കുക. അടുത്തത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൂളാണ്, ഞാൻ എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. എത്ര പേര് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണവരുണ്ട്? ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ എത്ര പേരുണ്ട്? ഓക്കെ, വെരി ഗുഡ്, ഒരുപാട് പേര് എഴുതണ്ടല്ലേ. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ എന്നെ പഠിപ്പിച്ചത് എന്റെ കോച്ചാണ്, ഈ കമ്മ്യൂണിറ്റിയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോ ആർക്കൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം? ഇതുവരെ എഴുതാത്തവർക്ക് വേണ്ടിട്ടോ പറയണേ. ആർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു ലൈഫ് തന്നിട്ടുള്ള ഈ യൂണിവേഴ്സിനോട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയോട് ഒരു താങ്ക് യു പറയാം. പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള നമ്മളെ ഇത്രയും നാളും വളർത്തി നോക്കി ഉണ്ടാക്കിയ നമ്മുടെ അച്ഛനോടും അമ്മയോടും ഒരു നന്ദി പറയാം. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരോടും ഒരു നന്ദി പറയാം. നമ്മുടെ മക്കളോടും ഒരു നന്ദി പറയാം. നമുക്ക് ഇത്രയും സപ്പോർട്ടും അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹവും തന്നതിന് ഒരു നന്ദി പറഞ്ഞു നോക്കി. അടുത്തത് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കൂടെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും കട്ടയ്ക്ക് നിൽക്കണ ഫ്രണ്ട്സ്, അവർക്കൊരു നന്ദി പറയാം. നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഗുരുനാഥന്മാർക്ക്, നമ്മളിപ്പോ കോച്ച് ചെയ്യണ കോച്ചിന്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്ന നമ്മുടെ മെന്റേഴ്സിന്, എല്ലാവർക്കും ഒന്ന് നന്ദി പറഞ്ഞിട്ട് ഒരു ദിവസം ഒന്ന് ആരംഭിച്ചു നോക്കിയേ. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ട് ഒന്ന് ആ ദിവസം ആരംഭിച്ചു നോക്കി. പിന്നെ അടുത്തത് നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ ഇത്രയും ടഫ് ടൈമിൽ കൂടെ കടന്നു വന്ന് ഇത്രയും ഇമോഷണലിയും മെന്റലിയും സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ കാരണം നിങ്ങളുടെ സ്വയം സ്ട്രെങ്ത് ആണ്. ആ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നന്ദി പറയാം. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ലൈഫ് എക്സ്പീരിയൻസിന് നന്ദി പറയാം. അതായത് ചിലപ്പോ നല്ല മെമ്മറീസ് ആവാം, അതിന് നന്ദി പറയാം. ചിലപ്പോ ഭയങ്കര മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് ആവാം, അതിന് നന്ദി പറയാം. ചിലപ്പോ ഏതെങ്കിലും ഒരു ജേർണി ഭയങ്കര ടഫായിട്ട് പോയിണ്ടാവും, അതിന് നന്ദി പറയാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ഇങ്ങനെ ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റിക്ക് ഭാഗമാവാൻ കഴിഞ്ഞതിന് നന്ദി പറയാം. നല്ല എഡ്യൂക്കേഷൻ, നല്ല വർക്ക് അറ്റ്മോസ്ഫിയർ കിട്ടിയതിന് നന്ദി പറയാം.
ഇതൊക്കെ കൂടാണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? എന്തായിരിക്കും ഗസ്? ഞാനൊരു കാര്യം മാത്രം പറഞ്ഞില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ആരെങ്കിലും ഒരാള് ഒന്ന് പറയാനോ? ഒന്ന് ട്രൈ ചെയ്യും. എന്തായിരിക്കാം? ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ടാ. എനിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണ്ടെന്ന് അറിയുള്ളൂ. ഓക്കെ, ഞാൻ തന്നെ പറയാം. അതായത് നിങ്ങളെ ലൈഫില്, നിങ്ങളുടെ ഈ ഒരു ജേണിയില് ആരൊക്കെ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടോ, ആരൊക്കെ നിങ്ങളെ എതിർത്തുന്നുണ്ടോ? എന്റെ പേര് രാജേശ്വരി എന്നാണ്. പറഞ്ഞോളൂ. എന്റെ പേര് രാജേശ്വരി എന്നാണ്. ഹലോ. പറയൂ. എന്റെ പേര് രാജേശ്വരി എന്നാണ്. 53 വയസ്സാണ്. ഞാനിവിടെ വരുന്നതിന് മുന്നേ ഒരുപാട് അസുഖങ്ങളുള്ള ഒരാളായിരുന്നു. സോറി, റിസൾട്ട് ഷെയർ ചെയ്യാറായിട്ടില്ല കേട്ടോ. ഒരു 2 മിനിറ്റ് കൂടി, അത് കഴിഞ്ഞ് റിസൾട്ട് ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോ നിങ്ങളെ ഇതുവരെ ഈ ലോകത്തില് ആരൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ ഒരു, ഇപ്പൊ എനിക്കൊരു 35 വയസ്സായിട്ടുണ്ട്, 36 വയസ്സായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ജേണിയിൽ നമ്മൾ ആരൊക്കെ വേദനിപ്പിച്ചെന്ന് നമുക്ക് തോന്നുന്നു? ആരൊക്കെ നമ്മളുടെ കൂടെ നിന്നിട്ട് നമ്മളെ ഉപദ്രവിച്ചെന്ന് തോന്നുന്നു? അല്ലെങ്കിൽ ആരോടൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ ആങ്കർ ഉണ്ടോ? ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന സമയത്ത് ഒന്ന് കണ്ണൊന്ന് പതുക്കെ അടച്ച് അവരുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി ഒരു നന്ദി എഴുതി നോക്കിയൊക്കെ, ആ ദിവസം ഫുൾ പോസിറ്റിവിറ്റി ആയിരിക്കും. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡിന് ഭയങ്കര വലിയൊരു പവർ ഉണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാത്തവര് എഴുതിക്കോളൂ. എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന എനിക്ക് പറഞ്ഞു തന്നെ എന്റെ കോച്ചും ഈ ഒരു കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് വ്യത്യാസങ്ങളുണ്ട്. ഭയങ്കര കാര്യങ്ങള്, ഒരുപാട് സറൗണ്ടിങ്സ് മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അടുത്തത് ഇമോഷണൽ എന്താണ്? നോ പറയാം. നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാം. അതൊരു അരഗൻസ് ആയിട്ട് നോ പറയണമെന്നല്ല ഞാൻ പറയാം. ഒരു ഗിൽറ്റും കൂടാണ്ട്, നമുക്ക് പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗിൽറ്റും കൂടാണ്ട് ഭയങ്കര പൊളൈറ്റ് ആയിട്ട് ഒരു നോ പറഞ്ഞു നോക്കി. ചില സിറ്റുവേഷൻസും ചില പ്രശ്നങ്ങളും നോ പറഞ്ഞാൽ തീരുന്നുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് സിറ്റുവേഷൻസ് ഓർമ്മ വരുന്നുണ്ടായിരിക്കാം. അത് കുറച്ചൊന്ന് കോറിലേറ്റ് ചെയ്യാം. അടുത്തത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആർട്ടിലേക്കോ മ്യൂസിക്കിലേക്കോ ഡാൻസ് ഫോമിലേക്കോ നമ്മൾ തന്നെ എക്സ്പ്രസ് ചെയ്ത് നോക്കി. അതും നമ്മുടെ ഇമോഷണൽ സെൽഫ് കെയറിന് ഭയങ്കര ഇതാണ്. ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം പറയട്ടെ. ടോക്സിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് മാറി നിൽക്കുക. എന്താണ് ടോക്സിക് എൻവയോൺമെന്റ്? ഒരു സ്ഥലത്ത് പോയി അവിടെ ഒരാള് ബാക്കിയുള്ള കുറെ കൂട്ടാൾക്കാർ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തിനാ അങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കണേ? മാറി പോവാ. നമ്മുടെ ടൈം എന്തിനാ? നമുക്ക് നമ്മുടേതായിട്ടുള്ള ഗോൾസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. വെറുതെ നെഗറ്റീവ് എൻവയോൺമെന്റിൽ പോയിട്ട് ഒരുപാട് പേരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാ? ഇല്ലല്ലോ. ഗോസിപ്പ് നടത്തുന്ന സ്ഥലങ്ങള്, അതുപോലെ തന്നെ എന്താ പറയാ, ക്ലബുകള്. അയ്യോ, ഈ ക്ലബിലായിട്ട് ഉദ്ദേശിച്ചേ വേറെ ക്ലബുകള്. അതായത് നൈറ്റ് ക്ലബ്സിലൊക്കെ ചിലരിങ്ങനെ ആൽക്കഹോളൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെ പോയിട്ടിരുന്ന് കുറ്റം പറയണ കേട്ടോ. അതൊന്നും നല്ല ശീലങ്ങളല്ല, പക്ഷെ എക്സാമ്പിൾ ആയിട്ട് പറയേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നെഗറ്റീവ്, അപ്പൊ തന്നെ നമുക്കൊരു പോസിറ്റീവ് വരും. ഇല്ല, നമ്മൾ അവിടെ തന്നെ ഇരിക്കാന്ന് വെക്കാം. ചിലപ്പോ ഈ കുറ്റം കേട്ട് 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 ചിലപ്പോ ആൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോ ആളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇമാജിനേഷൻ ഉണ്ടാവും. ഇന്ന ആൾ ഇങ്ങനെയല്ലേ, ഇവരൊക്കെ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇന്ന ആൾ ഇങ്ങനെയല്ലേ. പക്ഷെ ആ ആൾക്ക് കുറെ പോസിറ്റീവ്സ് ഉണ്ടാവില്ലോ. നിങ്ങൾ ആളെ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ എന്തായിരിക്കും അത്? കാണാത്ത ഒരാളെ കുറിച്ച് നമ്മുടെ ഉള്ളില് ഒരു പ്രീ ജഡ്ജ് വന്നു. എന്തിനാ വെറുതെ അതിന്റെ ഒക്കെ ആവശ്യം? അവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോയി നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സൂപ്പർ ആയിട്ട് ചെയ്യാം. നമ്മുടെ ഗോള് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ ഇത്രയാണ് ഇമോഷണൽ സെൽഫ് കെയറിനെ കുറിച്ച് പറയാം. ഇനി സോഷ്യൽ സെൽഫ് കെയറിനെ കുറിച്ച് പറയാം. ഒന്നുമില്ല, നേരത്തെ പറഞ്ഞതായിട്ട് കണക്ട് ചെയ്താണ്. നമ്മുടെ ഇമോഷണൽ മെന്റൽ വെൽബീയിങ്സ് കറക്റ്റ് ഇതിലാവുമ്പോ നമ്മുടെ സോഷ്യൽ സെൽഫ് കെയറും ഇമ്പ്രൂവ് ആവും. അതായത് സോഷ്യൽ ബോൺസ് കുറച്ചും കൂടി കൂട്ടാൻ നോക്കാം. എസ്പെഷ്യലി നമ്മുടെ ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റി അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഒരുപാട് തരത്തിലുള്ള ആൾക്കാർ നമ്മൾ ക്ലബിൽ ഡെയിലി കണ്ടുപിട്ടുണ്ടല്ലേ. ഈ ഒരുപാട് തരത്തിലുള്ള ആൾക്കാർ ഒരേ സ്ഥലത്ത് വന്നിട്ട് അവരുടെ ഇമോഷൻസും അവരുടെ തിങ്സ്, അവരുടെ മൈൻഡ് സെറ്റും അവരുടെ കാര്യങ്ങളും അവരുടെ വ്യൂ പോയിന്റ്സും നമ്മളായിട്ട് ഷെയർ ചെയ്യണില്ലേ? ഇതന്നെയല്ലേ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ടൈം. സ്ക്രീൻ യൂസേജ് കുറച്ചിട്ട് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, ഒരുപാട് പേരുടെ കാര്യങ്ങൾ കേൾക്കാം. ഇതൊക്കെയാണല്ലേ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് സോഷ്യൽ സെൽഫ് കെയറിൽ. അതായത് നമ്മൾ നമ്മുടെ ക്വാളിറ്റി ടൈം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാം. നല്ലൊരു ഹെൽത്തി കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. കുറച്ചൊക്കെ ചെറിയ ചെറിയ ഹെൽപ്പുകൾ നീഡിയ ആൾക്കാർക്ക്, അതായത് ആവശ്യക്കാർക്ക് ചെയ്യാം. ആവശ്യമില്ലാത്തവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് ഒരു കാര്യമില്ല. അത് അവരൊരു ഹാബിറ്റ് ആക്കി മാറ്റും. ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാർക്ക് അത് എന്തോ ആവാം, ഭക്ഷണമായിട്ടാവാം, വസ്ത്രമായിട്ടാവാം, എങ്ങനെയാണെങ്കിലും ചില ആൾക്കാർക്ക് ചാരിറ്റി മോഡലിൽ ഹെൽപ്പ് ചെയ്യാം.
പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാം. ദേഷ്യം വരാണെങ്കിലും വിഷമം വരാണെങ്കിലും ഉള്ളിലൊരു സെൽഫ് ബ്രീത്ത് എടുത്തിട്ട് പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് താങ്ക് യു പറഞ്ഞു നോക്കി നോക്കി. ചിലപ്പോ ഒരാൾ നിങ്ങൾക്കൊരു എന്താ പറയാ ഒരു ചെയർ മാറി തന്നു നിങ്ങൾ വരുമ്പോ, അപ്പൊ ഒന്ന് താങ്ക് യു പറയാം. അല്ലെങ്കിൽ ചില സമയത്ത് കുറച്ച് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകൾ നിങ്ങൾ തമ്മിൽ വെച്ചാൽ ചെറിയൊരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജുകൾ സെൻഡ് ചെയ്ത് നോക്കാം. പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് വാല്യൂ കൊടുക്കുക. ഇന്നത്തെ കാലത്ത് ഡിപ്രഷൻ മോഡായിട്ട് ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? എന്തുകൊണ്ടായിരിക്കാം? അവരെ കേൾക്കാനും അവരെ അറിയാനും ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ചിലപ്പോ ഒന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ചിലപ്പോ ആ സൂയിസൈഡ് ചെയ്യാൻ പോണ സമയത്ത് അല്ലെങ്കിൽ ആത്മഹത്യക്ക് പോണ സമയത്ത് അവരൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും, ആരെങ്കിലും എന്നൊന്ന് കേട്ടിരുന്നെങ്കിൽ, എന്നൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അപ്പോ നമ്മളെ മനസ്സിലാക്കണമെന്ന് നമ്മൾ എങ്ങനെ ആഗ്രഹിക്കണോ അതുപോലെ തന്നെ നമ്മളെ കേൾക്കണമെന്ന് നമ്മൾ എങ്ങനെ ആഗ്രഹിക്കണോ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ കേൾക്കാൻ നോക്കുക. പ്രീ ജഡ്ജ് ചെയ്യാണ്ട് ഒരു എംപ്റ്റി കപ്പായിട്ട് കേൾക്കാൻ നോക്കുക. അവർ പറയുന്ന ഫീലിങ്സ് എടുക്കുക, അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ നോക്കുക, അവരുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുക. അപ്പോ ഇന്നത്തെ കാലത്ത് ഒരുപാട് സൂയിസൈഡ്സും ഒരുപാട് ഡിപ്രഷനും ഉള്ള ആൾക്കാരെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നെക്സ്റ്റ് വീണ്ടും പറയാനുള്ള ഒരു കാര്യം ചെയ്യാം. സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ സെൽഫിഷ് ഒന്നല്ല കേട്ടോ. കുറച്ച് ടൈം നമ്മൾ നമുക്ക് വേണ്ടി തന്നെ യൂസ് ചെയ്യാം. ഇത് ഒരു ആക്ട് ഓഫ് ലവ് ആണ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആക്ട് ആണ്. ഒരു 30 മിനിറ്റ് ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്കിലും ഒരു ദിവസം, അത്രയും മാറ്റി വെക്കാൻ പറ്റാത്ത അല്ലല്ലോ നമ്മള്. നമുക്ക് വേണ്ടി തന്നെ ഒന്ന് സ്പെൻഡ് ചെയ്ത് നോക്കിയൊക്കെ ഈ റഷ് ചെയ്തിട്ടുള്ള ഒരു ലൈഫില് കുറച്ചൊന്നൊരു പോസ് ചെയ്തിട്ട് നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആൻഡ് ഹെൽത്തി ആയിട്ട് മാറ്റാൻ പറ്റും. പിന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി സെൽഫ് കെയറും അതുപോലെ തന്നെ ഇമോഷണലി മെന്റലി നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ്. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കിട്ടിയതിലും ഇതിലൊരു ഭാഗമാകുമ്പോൾ സാധിച്ചാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ കോച്ചിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു, എന്റെ മെന്റേഴ്സിന് നന്ദി പറയുന്നു, എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണ എന്റെ ടീംമേറ്റ്സിനും എന്റെ കൂടെ ക്ലബിൽ സംസാരിക്കുന്ന എല്ലാവർക്കും ഈ എഡ്യൂക്കേഷൻ സെഷൻ ഇത്രയും പേഷ്യൻസോട് കൂടി ഇത്രയും ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും സൂപ്പർ ആയിട്ട് മാരത്തോണിലെ ചലഞ്ചിൽ പങ്കെടുക്കുക, കോച്ച് പറയണ പോലെ കാര്യങ്ങൾ കേൾക്കുക, വിന്നേഴ്സ് ആവുക, ഹെൽത്തി ആയിട്ടിരിക്കുക, എല്ലാം കൊണ്ടും ഹാപ്പി ആയിട്ടിരിക്കാം. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഇനി നമുക്ക് ഒരു രണ്ടുപേരുടെ എക്സ്പീരിയൻസ് ഒന്ന് കേട്ടാലോ, ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് ഒന്ന് കേൾക്കാം. രാജേശ്വരിയാണ്. ഓക്കെ, പറഞ്ഞോളൂ. പൊന്നാനിന്നാണ് കണക്ട് ആയിട്ട്. ഞാൻ ഇതിൽ വന്നിട്ട് 9 മാസമായി. ഒരുപാട് അസുഖങ്ങളുള്ള ഒരാളായിരുന്നു. ഇവിടെ വന്ന് ഷേക്ക് വെച്ച് ഫസ്റ്റിലെ ദിവസം തന്നെ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. അത് കാരണം എനിക്ക് ഇത് നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ ഷേക്ക് കഴിക്കാൻ പാകമില്ലാണ്ടും ഞാൻ എങ്ങനെയും ഇതിൽ കഷ്ടപ്പെട്ട് പിടിച്ചു നിന്ന് ഇപ്പൊ ഒരുപാട് ഹാപ്പിയാണ്. വീട്ടിൽ നിന്ന് നല്ല വിഷമായിട്ട് വരികയാണെങ്കിൽ ഇവിടെ വന്നാലും ഒക്കെ മാറും. ഏറ്റവും ഇഷ്ടം എനിക്ക് എഡ്യൂക്കേഷനാണ്. അത് കാരണം ഒരുപാട് ഞാൻ ഒരുവിധം സമയം വരെ ഞാൻ മരിക്കുന്നത് വരെ നിൽക്കാനാണ് എന്റെ ആഗ്രഹം. എനിക്ക് എത്തിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. താങ്ക് യു, താങ്ക് യു. എന്റെ കോച്ച് അനീഷാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇപ്പൊ ആ അമ്മയുടെ ചേച്ചിയുടെ വാക്കിന്ന് കേട്ടില്ലേ, അതായത് ഈ ഒരു ക്ലബിലേക്ക് വരണതും ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നതും ഈ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അതായത് ചിലപ്പോ എന്താ പറയാ, അവർക്ക് സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടായില്ലായിരിക്കും. നമ്മള് കൂടെ നിൽക്കുമ്പോ, നമ്മുടെ കൂടെയുള്ളവരെ ഹാപ്പി ആക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോ നമ്മളും നമ്മുടെ കൂടെയുള്ളവരും ഒരുമിച്ച് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, താങ്ക് യു റിസൾട്ട് ഷെയർ ചെയ്തതിന്. നെക്സ്റ്റ് ആർക്കൊന്നും പറയാല്ലേ? ഒരാൾക്കും കൂടി ഷെയർ ചെയ്യാട്ടോ റിസൾട്ട്. നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഹെൽത്തിലുണ്ടായ ഇമ്പ്രൂവ്മെന്റ്സ് ആവാം, നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഇമോഷണലി കിട്ടിയ സപ്പോർട്ട് ആവാം, നിങ്ങളുടെ ലൈഫ് മാറിയിട്ടുള്ള എക്സ്പീരിയൻസ് ആവാം, എന്തും ഷെയർ ചെയ്യാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. പേര്? പട്ടാമ്പിയിലാണ്. പട്ടാമ്പിയിലാണ്. സ്പോട്ട്ലൈറ്റ് ഇട്ടാൽ ഓക്കെ ഓക്കെ, മനസ്സിലാക്കാം. ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ഫസ്റ്റ് ഫ്രഷ് എടുത്ത് 4 വർഷം ഇന്നക്ക് 4 ദിവസമായി. ഓക്കെ.
4 വർഷം കംപ്ലീറ്റ് ചെയ്തതിൽ നിങ്ങളിപ്പോ ഇന്ന് സെഷനിൽ പറഞ്ഞ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് പേഴ്സണലി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു വലിയൊരു ദേഷ്യക്കാരിയായിരുന്നു എന്ന് മാഡം പറഞ്ഞു. സെയിം, എന്തിനും ഏതിനും. അത് എന്റെ കോച്ച് പറഞ്ഞു മെത്തബോളിസം കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് എന്നാ പറഞ്ഞത്. മെത്തബോളിസം കറക്റ്റ് ആയപ്പോ ഒരു ഫാമിലിയില് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളാവാൻ പറ്റി. അപ്പൊ അതിനെ നമ്മൾ റെഡി ആവുന്ന സമയത്ത്, ആ ഒരു സമയത്ത് മാത്രം കുറെ ആളുകൾ പറഞ്ഞിരുന്നു സ്വന്തം കാര്യം നോക്കുന്ന ആളാണ്, സ്വന്തം കാര്യം നോക്കുന്ന ആളാണ്. പക്ഷെ അത് സ്വന്തം കാര്യം നോക്കാൻ ട്രൈ ചെയ്ത് സ്വന്തം കാര്യം ശരിയാക്കുമ്പോഴാണ് നമുക്ക് എന്താവാൻ പറ്റുള്ളൂ, മറ്റുള്ള ആളുകളുടെ കാര്യത്തിലും അതേപോലെ കെയർ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കോച്ച് പറഞ്ഞു തന്ന കാര്യം. അപ്പോ നമ്മളൊരു വെൽനസ് കോച്ച് ആവാൻ ട്രൈ ചെയ്യുന്ന ആളുകള്, അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒരു ഫാമിലി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ആദ്യം വേണ്ട കാര്യങ്ങളാണ് എന്ന് മാഡം തുടക്കം മുതൽ ഇതുവരെ പറഞ്ഞത്. വളരെ യൂസ്ഫുൾ ആവും തുടക്കക്കാർക്കും ഇനിയിപ്പോ ഇതിൽ മുന്നോട്ട് പോകുന്ന ആളുകൾക്കും. അപ്പോ ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ വരുന്നത് ഒരു 105 കിലോ വെയിറ്റ് ഉള്ള സമയത്താണ്. അന്ന് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ചിന്ത വെയിറ്റ് അല്ലെങ്കിൽ ഒരു കാണാൻ ഒരു ഭംഗി ഉണ്ടാവുക വെയിറ്റ് ഉള്ളപ്പോഴാണെന്ന്. പക്ഷെ അത് പിന്നീട് അൺഹെൽത്തി ആയി. ഒരു 30 വയസ്സ് മുതൽ കാലിന്റെ ലിഗ്മെന്റിന് പ്രോബ്ലം വന്നു. അപ്പൊ ലിഗ്മെന്റ് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കണം എന്ന് ഒരു 34-ാമത്തെ വയസ്സിൽ അതാണ് ഇനി മാർഗമുള്ളൂ എന്ന് പറഞ്ഞപ്പോ നമ്മള് പറയും ദൈവദൂത എന്നൊക്കെ പറയുന്ന പോലെ ദൈവദൂതയായിട്ട് എന്റെ കോച്ച് രമ മാഡം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞു. അന്നൊക്കെ എല്ലാവരും പറയുന്ന പോലെ ഒഴിവ് പറഞ്ഞ് എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോ സമയം, ഞാൻ രാത്രി 10:30 മണിക്കാണ് 10:30 മണിക്ക് ശേഷമാണ് ഞാൻ ഫസ്റ്റ് ഓപ്പറേഷൻ എടുക്കുന്നത്. ആ സമയത്ത് ഞാൻ സ്ഥാപനം നടത്തി കട നടത്തിയിരുന്ന ആളായിരുന്നു. ആ കടയിൽ നിന്ന് അടച്ചോന്ന് ചോദിച്ചിട്ട് വിളിച്ചു വരുത്തിയിട്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് എന്നെ കണക്ട് ചെയ്തത്. അപ്പൊ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോ തുടക്കത്തിൽ മാഡം പറഞ്ഞു കൗൺസിലിങ്ങിലൂടെയാണ് എനിക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റിയെന്ന് പറഞ്ഞു അല്ലെ. സെയിം, അതിലൂടെയാണ് എനിക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റി. എനിക്ക് ഇത്രയും പ്രോബ്ലം ഉണ്ടോ. ഞാനിനി പോകുന്നത് സാറ് പറഞ്ഞ അത് അനിൽ സാറാണ് എനിക്ക് ഫസ്റ്റ് കൗൺസിലിംഗ് എടുത്തന്ന ആള് പറഞ്ഞത് മൻസൂർ പോകുന്നതിന് എൻഡിലേക്കാണ്, വേണമെങ്കിൽ ഒന്ന് ബെൻഡ് ആയാൽ ലൈഫ് തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ബെൻഡ് ആവാൻ തീരുമാനിക്കുകയും ഒരു എല്ലാവരും വന്നതുപോലെ ഒരു 1 മന്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു വന്നു. 1 മന്ത് ഒരു 11.5 കിലോ വെയിറ്റ് ലോസ് ചെയ്തു. ടോട്ടൽ 26 കിലോ വെയിറ്റ് ലോസ് 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ ഹെൽത്തി ആയി ഹാപ്പി ആയി ലൈഫ് എൻജോയ് ചെയ്ത് ഹോസ്പിറ്റൽ വിസിറ്റ് ഇല്ലാണ്ട് ലൈഫ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോ അത് എന്ത് ചെയ്തു, ഫാമിലിയിൽ അപ്ലൈ ചെയ്തു. അപ്പൊ വീട്ടിലും ഈ ബുദ്ധിമുട്ടുകളൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ലൈഫ് റൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനെല്ലാം ഇപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെന്ന് മാഡം പറഞ്ഞു. ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്, എഴുതണം എന്നാണ് ലീഡേഴ്സ് പറയാറ്. ഒഴിവുള്ള ദിവസങ്ങൾ എഴുതാറുണ്ട്. ആ ഗ്രാറ്റിറ്റ്യൂഡില് മാഡം വിട്ടതാന്ന് അറിയില്ല, അല്ലെങ്കിൽ അവസാനം പറയാൻ മാറ്റി വെച്ചാന്നറിയില്ല, മാർക്യൂസിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വിട്ടുപോയിരുന്നു. അപ്പോ ഞാനൊന്ന് ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്തു, അപ്പൊ പറ്റിയില്ല. അപ്പൊ ഫ്രം ദ ഹാർട്ടിൽ ഈ പ്രോഡക്റ്റ് കണ്ടുപിടിച്ച ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് നമ്മളുടെ മുന്നിലേക്ക് എത്തിച്ചെന്ന മാർക്യൂസിന് ഫ്രം ദ ഹാർട്ടിൽ താങ്ക്സ് പറയുന്നു. അതിന് ഒരുപാട് കോച്ചസ് ലീഡേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം നമീറ മാഡം, ഹൈദർക്ക, ഷെരീഫ് ക, അൻസാർക്ക, അങ്ങനെ ഒരുപാട് രാജ് സാറ് വരെയുള്ള ആളുകൾ, ഞാൻ മുകളിൽ പറയുകയാണെങ്കിൽ രവി സാറ് വരെ, തുടക്കത്തിൽ രവി സാറ് മുത്തു സാറിന്റെ ഒക്കെ പ്രോഗ്രാമിൽ വരെ ഞാൻ ഉണ്ടായിരുന്ന ആളും, അവര് വരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഫ്രം ദ ഹാർട്ടിൽ താങ്ക്സ് പറയുന്നു. താങ്ക് യു. സജീവേട്ടനെ വിട്ടു, സോറി സജീവേട്ടൻ, അതിന് താങ്ക്സ് പറയുന്നു. ഓക്കെ, അപ്പോ ഈ റിസൾട്ട് എടുത്തന്ന എല്ലാവരും താങ്ക് യു. താങ്ക് യു മൻസൂർക്ക. മൻസൂർക്ക എന്റെ സർപ്രൈസ് പൊട്ടിച്ചല്ലോ, കഷ്ടണ്ട് കേട്ടോ. സാരല്ല, അത് ഞാൻ അങ്ങനെയാണ്. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുമ്പോ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ ഹൃദയത്തിൽ കൈ വെച്ചിട്ട് ഈ ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റിയിലേക്ക് കണക്ട് ആക്കി തന്ന നിങ്ങളുടെ ഫ്രണ്ട് ആവട്ടെ, സ്പോൺസർ ആവട്ടെ, ആര് വേണമെങ്കിലും ആവട്ടെ, അവർക്കൊരു നന്ദി പറയാ. നിങ്ങൾക്ക് കൗൺസിലിംഗ് ക്ലെൻസിങ് കാര്യങ്ങൾ എടുത്ത് നിങ്ങൾക്ക് ഹെൽത്തി ലൈഫ് തന്ന നിങ്ങളുടെ കോച്ചിന് നന്ദി പറയാ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങള് എല്ലാം ഒരു ഭയങ്കര ഒരു കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം, എല്ലാ ട്രെയിനിങ്ങോടും കൂടി നിൽക്കണം നമ്മുടെ സീനിയർ ലീഡേഴ്സ് ആയിട്ടുള്ള രാജ്കുമാർ സാർ, കൗതം, നമ്മുടെ അതിനുള്ള എല്ലാ സീനിയർ ലീഡേഴ്സിനും നന്ദി പറയാം. അതിലൊക്കെ ഉപരി ഇങ്ങനെ ഇത്രയും നല്ലൊരു ബെസ്റ്റ് പ്രോഡക്റ്റ്, അതായത് വേൾഡിലെ തന്നെ നമ്പർ 1 ന്യൂട്രീഷൻ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ച നമ്മുടെ സ്വന്തം മാർക്യൂസിന് നന്ദി പറഞ്ഞിട്ട് ഇന്നത്തെ ഒരു സെഷൻ ഞാൻ അവസാനിപ്പിക്കുന്നു. സൈനിങ് ഓഫ്, ഐശ്വര്യ. അപ്പൊ ഹാവ് എ നൈസ് ഡേ. ഓക്കെ, മാരത്തോൺ എല്ലാവരും സൂപ്പർ ആയിട്ട് ചെയ്യാട്ടോ. ഓൾ ദ ബെസ്റ്റ്. Thank you.